കുറച്ച് കാലത്തിന് ശേഷമാണ് നമ്മൾ ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് മടിയൊക്കെ പിടിച്ചു, പിന്നെ കുറച്ച് ബിസിയായി എന്നൊക്കെ പറയാം. അപ്പോൾ മക്കളെ സമയം രാത്രി 1:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് ഹിറ ബീച്ചിലേക്കാണ് കേട്ടോ, ഷാർജ ഹിറ ബീച്ചിലേക്ക്. മുൻകൂട്ടി എനിക്ക് സഫക്ക് ഒരു പ്ലാനിങ്ങും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലായ്ക്ക് ബോറടിക്കണമെന്ന് തോന്നിയപ്പോൾ നമ്മളിന്ന് ബീച്ചിലൊന്ന് പോയി വരാൻ വിചാരിച്ച്. ലായ് ക്യാമറ കൊണ്ടുവരുമ്പോഴൊക്കെ അതാ ഫേസിൽ ഭയങ്കര എക്സ്പ്രഷൻ ഇടുന്നത്. അവൻ്റെ ഫേസിലേക്ക് ഇങ്ങനെ ക്യാമറ കൊണ്ടുവരുമ്പോൾ അവന് പല എക്സ്പ്രഷനും കാണിക്കണുണ്ട്. ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അവൻ്റെ എക്സ്പ്രഷൻ കാണുന്നത്. നമ്മളെ ഈ ഹിറ ബീച്ചിന് നമ്മൾ ഷെറാട്ടൺ ബീച്ച് എന്നും പറയും കേട്ടോ. കാരണം ഇവിടെ ഒരു ഹോട്ടലുണ്ട്, വലിയൊരു ഹോട്ടലുണ്ട്, ദുബായിലുണ്ട് ഇവരെ ഹോട്ടൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഷെറാട്ടൺ ബീച്ചെന്നും പറയാറുണ്ട്. ഇങ്ങോട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബീച്ചാണ്. ഞങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട്. പിള്ളേരെയും കൊണ്ട് കളിക്കാൻ വരാനൊക്കെ പറ്റിയ നല്ല പ്ലേസാണ്. നല്ല ക്ലീനാണ്, അതുപോലെ തന്നെ നല്ല കാമായിട്ടുള്ളൊരു ബീച്ചാണ് കേട്ടോ. അധികം എന്താ പറയുക, ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ബീച്ചാണ്. മറ്റേ പബ്ലിക് ബീച്ചിലൊക്കെ പോയാൽ ഒരുപാട് ആളുകളുണ്ടാവും, നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസേ കാരണം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു അന്തരീക്ഷം എന്ന് പറയാം. പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നല്ല കാലാവസ്ഥ ആയിരുന്നു. പ്രത്യേകിച്ച് UAE ചൂടായതുകൊണ്ട് തന്നെ പകൽ പുറത്തിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ രാത്രിയാണ് നമ്മൾ അധികം പുറത്തിറങ്ങൽ. അപ്പോൾ ഇന്ന് നല്ല കാലാവസ്ഥ, കാരണം നല്ല കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ചൂടും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളൊരു കാലാവസ്ഥ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം. നമ്മൾ ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിച്ചിട്ടാട്ടോ ഇറങ്ങിയത് ഇങ്ങോട്ട്. കാരണം സഫിൻ്റെ ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് പോരാന്നുള്ളതാക്കിയത്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ബീച്ചിൽ വരാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സൈക്ലിങ്, അതുപോലെ ന്യൂലി സ്റ്റാർട്ട് ചെയ്ത ഒരു ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്. ഞങ്ങൾ ചെന്ന സമയത്ത് അത് ഓപ്പൺ അല്ല. പിന്നെ ഈ ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഈ കാണുന്നതൊക്കെ റെസ്റ്റോറൻ്റ് ആട്ടോ. ചെറിയ ചെറിയ കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കുറിയിലായിനെ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇവിടെ ഒരു ചൈനീസ് റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോൾ ഓർക്കും, നമുക്ക് പ്രഗ്നൻ്റ് ടൈമിൽ നമുക്ക് ഓരോ ഭ്രാന്തല്ലേ, അവിടുന്ന് ഫുഡ് കഴിക്കണം ഇവിടുന്ന് ഫുഡ് കഴിക്കണം. അങ്ങനെ ഒരു കുറി ഞാനും ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ടേസ്റ്റൊന്നും ഇവിടുന്ന് ഫുഡ് കഴിച്ചപ്പോൾ ആ ഫീലൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ചൈനീസ് റെസ്റ്റോറൻറ്റിൽ വന്നാൽ നല്ല ഫ്രൈഡ് റൈസ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ കയറിയത്. പക്ഷേ അത്ര ടേസ്റ്റൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായില്ല. പക്ഷേ നല്ല എക്സ്പെൻസീവ് ആയിരുന്നു കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ ഇപ്പോൾ ഈ വീഡിയോയിൽ ഉള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം.